സമയം ഓൾമോസ്റ്റ് ഒരു 5:00 അടുത്തായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ടൈമിൽ എണീക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ടൈമിൽ എന്റെ ഫുഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ 5:30 എണിച്ച് കഴിഞ്ഞാലും ഒരു 6:30 വരെയൊക്കെ ചിലപ്പോൾ ഒന്നും കഴിക്കലുണ്ടാവില്ല. 6:45 അതൊക്കെ കഴിഞ്ഞിട്ട് 7 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില സമയത്ത് കഴിക്കുന്നുണ്ടാവും. മിനിഞ്ഞാന്ന് നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് പീരീഡ്സും ആയി. പീരീഡ്സ് ആവുന്ന സമയത്ത് എന്താ പറയാ, എനിക്ക് നല്ല ആദ്യത്തെ ഒരു 1-2 ദിവസം ഭയങ്കര പെയിനായിരിക്കും. ലൈക്ക് എന്താ പറയാ, പെയിൻ മാത്രമല്ല എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും. എന്ത് അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ ആ ഒരു വീഡിയോ പിന്നെ എന്തിനാ റെക്കോർഡ് ചെയ്തിടണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡേ കൂടി ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പൊ ടോട്ടലി 30 days സീരീസിന് അത് 2 ദിവസം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് മിനിഞ്ഞാന്നും അതേപോലെ തന്നെ പിന്നെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക് ആയിട്ട് ആ ഒരു ദിവസം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്ത പക്ഷെ നമ്മൾ ബാലൻസ് കറക്റ്റ് ആയിട്ടാണ് ഈ ഒരു 30 days കൊണ്ടുപോയിട്ടുള്ളത് ആ ഒരു രീതിയിൽ. അപ്പൊ എന്തായാലും നാളെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. പീരീഡ്സോടെ ആയതുകൊണ്ട് എന്റെ വെയിറ്റ് കമ്മിയാവോ എന്ന് എനിക്ക് അറിയില്ല, എന്താ സംഭവം എനിക്കറിയാം. പക്ഷെ നോക്കാം നാളത്തെയും കൂടെയായിട്ട്. ഞാൻ പോയില്ല, ഇന്നലെ ജിമ്മിൽ പോയില്ല. അപ്പൊ ഇന്ന് ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നു. 3rd day ആണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ടുള്ള പെയിൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ട് മീൻസ് എന്താ പറയാ, നിങ്ങൾക്ക് എത്ര പേർക്ക് വെയിറ്റ്സ് ആണെങ്കിലും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഫുഡ് എന്നല്ല, വെള്ളം എന്നല്ല, ഒന്നും എനിക്ക് പറ്റത്തില്ല. ലൈക്ക് എന്താ പറയാ, ജസ്റ്റ് കിടന്നാൽ മാത്രം മതി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ആ ഒരു ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. നെയ്യ് 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുന്നത്. വീട്ടിൽ അമ്മ ഉണ്ടാക്കണ നെയ്യ്, അതായത് മീൻസ് എന്താ പറയാ, ഇങ്ങനെ എനിക്ക് മാത്രമേ ഒരു കുറച്ച് ഉണ്ടാക്കി വെക്കുന്നത്. അല്ലാണ്ട് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പേർപ്പസിനൊക്കെ നമ്മുടെ ബ്രെഡിലും ബാക്കിയുള്ളത് കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കഴിക്കാനായിട്ട് കുറച്ച് നെയ്യായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ വെളിയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് എത്രത്തോളം സ്യൂട്ടബിൾ ആവും നമുക്ക് ഇങ്ങനെ കുടിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ 29ാമത്തെ ദിവസമാണ്. നാളത്തോട് കൂടിയിട്ട് നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ആവും. ആൻഡ് ഞാൻ ഇന്ന് എന്തായാലും ജിമ്മിൽ പോകണം വിചാരിച്ചു. പീരീഡ്സ് ആയതുകൊണ്ട് 2 ദിവസമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഇന്നും ഞാൻ പോയില്ല. വൈകുന്നേരം പോകാണ്ടിരിക്കുമ്പോഴേക്കും വയറുവേദന നന്നായി കൂടിയപ്പോൾ ഞാൻ ഇന്നും ജിമ്മിലോട്ട് പോയില്ല. പിന്നെ എന്താ പറയാ, പലരും ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി എടുക്കാൻ അറിയാത്തതുകൊണ്ടും പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത്. ബട്ട് ഞാൻ റെസിപ്പീസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്തുതരാം. ഇത് 30 days കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ചില റെസിപ്പീസിന്റെ വെയിറ്റ് ഗെയിനിങ് റെസിപ്പീസിന്റെ വീഡിയോസ് ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ആൻഡ് ഇന്ന് രാവിലെ ആയിക്കോട്ടെ ഞാൻ ബ്രെഡ്, പീനട്ട് ബട്ടർ, 2 എഗ്ഗ്, അതേപോലെ തന്നെ പഴം റോസ്റ്റ് ചെയ്ത് നേരിട്ട് അത് കഴിച്ചു. പിന്നെ നട്ട്സ്, ഡേറ്റ്സ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയും ചിക്കനും അതെല്ലാം കൂടി കഴിച്ചു. പിന്നെ ഈവനിങ് ഒരു മാംഗോ ഷേക്ക് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കേക്കിൽ ചോക്ലേറ്റ് ഞാൻ എന്തൊക്കെയോ ആക്കി, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരം സേവ് കഴിച്ച് ഒരു സ്മൂത്തി കൂടി കുടിച്ചിട്ട് ആ ഒരു ഡേ ഞാൻ മൈൻഡ് അപ്പ് ചെയ്ത്.